ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അനിയെ തന്നെ ഈ ഡീലും കരസ്ഥമാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവർക്കാണെങ്കിൽ നമ്മൾ നയന വരച്ച ആ ഡിസൈൻസ് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ട്രഡീഷണൽ ഡിസൈൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ നയന തന്നെ വരച്ച ഡിസൈൻസ് ഒക്കെയാണ് അവർ സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇപ്പോഴാണെങ്കിൽ അഭിടുത്ത് പറയുന്നുണ്ട് അഭിസാറെ ഇതിപ്പം അവൻ്റെ വീണ്ടും അവർ അനിയൊക്കെ തന്നെയാണല്ലോ വീണ്ടും ഈ ഡീല് കൊണ്ടുപോയതിന് അവരെ തമ്മിൽ എങ്ങനെ നമ്മൾ തലയുയർത്തി നടക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡേവിഡ് ഇങ്ങനെ നമ്മളെ അഭിടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നയനയും അനിയാണെങ്കിലും ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും നയന കഷ്ടപ്പെട്ടത് വെറുതെ ആയില്ലല്ലോ. എന്തായാലും ഈ ഒരു കോമ്പറ്റീഷനിൽ അവർക്ക് ജയിക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം അവർക്കുണ്ട്. അപ്പം ഇതേ ഒരു സന്തോഷം നമ്മളെ നവ്യയുടെ മനസ്സിലുണ്ട്. പക്ഷെ നവ്യയ്ക്കാണെങ്കിൽ അത് പുറത്ത് കാണിക്കാൻ പറ്റാതെ ഉള്ളിൽ നമ്മളെ നവ്യ നല്ല സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മൾ അഭിയും ഡേവിഡും ആണെങ്കിൽ മൊത്തത്തിൽ ഇപ്പോൾ എവിടെ പോയാലും പരാജയമാണല്ലോ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ മാളവിക സന്തോഷം കൊണ്ടാണെങ്കിൽ നയനയെ നോക്കുകയാണെങ്കിൽ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്കങ്ങനെ തംസപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മളെ ഡേവിഡിന്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. നമ്മളെ ഡേവിഡ് ആണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള കളിയാണോ ഞങ്ങൾക്കെതിരെ കളിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അപ്പം മാളവിക ഇനിയിപ്പം അവരാളാണോ എന്നൊക്കെ ഒരു സംശയം നമ്മളെ ഡേവിഡിന്റെ മനസ്സിൽ വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളെ ഡേവിഡ് ആണെങ്കിൽ നേരെ നാഗേന്ദ്രനെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കണക്ക് ഇന്ന കണക്കാ കാര്യങ്ങൾ മാളവിക ഇനി അവരാളാണോ എന്നൊക്കെ ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മളെ ഡേവിഡ് പറയുന്ന സമയത്ത് നാഗേന്ദ്രൻ പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, അവളെ അങ്ങ് കസ്റ്റഡിയിലേക്ക് എടുത്തോളാനൊക്കെ നമ്മളെ ഡേവിഡ് ആണെങ്കിൽ എൻ്റെ അടുത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. നമ്മൾ നാഗേന്ദ്രൻ പറഞ്ഞതനുസരിച്ച് നമ്മളെ മാളവികയും കൊണ്ട് ഡേവിഡ് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്താണെങ്കിൽ നമ്മളെ മാളവിക ആകെ ടെൻഷനിൽ പേടിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ ഇയാൾ എവിടെ കൊണ്ടുപോകുന്നതെന്ന് അറിയാൻ വയ്യാതെയൊക്കെയുള്ള ടെൻഷനിൽ നമ്മളെ മാളവിക ഇരിക്കുന്നുണ്ട്. അങ്ങനെ മാളവികയാണെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ ആദർശിന് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദർശാണെങ്കിൽ ആ മെസ്സേജ് കണ്ടിട്ട് എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്നൊക്കെ നമ്മൾ ആദർശിന് മനസ്സിലായിട്ട് നമ്മൾ ആദർശാണെങ്കിലും നമ്മളെ മാളവിക ആ മെസ്സേജൊക്കെ അയച്ച സ്ഥലത്തൊക്കെ നമ്മൾ ആദർശം പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നാണെങ്കിൽ നമ്മളെ മാളവികയെ കൊണ്ടൊക്കെ ഡേവിഡിന്റെ സ്ഥലത്ത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളെ മാളവികയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതാണോ നമ്മളെ ആദർശേട്ടൻ അന്വേഷിക്കുന്ന ആ ഒരു എയിം ജ്വല്ലറിയുടെ ഓണർ, ഇതാണോ കിങ് ഓഫ് കോബ്ര ഇയാളാണോ എന്നൊക്കെ നമ്മളെ മാളവിക ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആദർശേട്ടൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇയാളെ പിടികൂടാമല്ലോ എന്നൊക്കെ നമ്മളെ മാളവിക ചിന്തിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിലും നമ്മളെ നാഗേന്ദ്രനാണെങ്കിലും മാളവിക ഒരുപാട് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ചോദിക്കുന്നുണ്ട്, നീ എന്താ എല്ലാ കാലവും ഒളിച്ചിരിക്കാമെന്ന് വിചാരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്കെതിരെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് തന്നെ ഞങ്ങൾക്കെതിരെ പണിയുന്ന ആരാണെന്നുള്ള ആ ഒരു കണ്ടുപിടുത്തത്തിലായിരുന്നു ഞങ്ങളെന്നൊക്കെ ഇങ്ങനെ നാഗേന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്കപ്പം സിംഹക്കൊട്ടയിൽ തന്നെയാണല്ലോ നീ വന്ന് പെട്ടുപോയതെന്നൊക്കെ നാഗേന്ദ്രൻ പറയുന്നതെല്ലാം കേട്ട് നമ്മളെ മാളവികയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചൊക്കെ ഇരിക്കും. അപ്പം നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്കപ്പം ജീവിച്ചൊക്കെ കൊതി തീർന്നോ എന്നൊക്കെ നാഗേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ നാഗേന്ദ്രനാണെങ്കിൽ മാളവികയെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ നമ്മളെ മാളവികയാണെങ്കിൽ ആകെ ടെൻഷനിലും പേടിച്ചും വിറച്ചൊക്കെ നമ്മളെ ഇരിക്കുന്ന മാളവികയെ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.